അനന്തരവനോട് പ്രണയം. അവിഹിതത്തിന് തടസ്സമായി നിന്ന ഭർത്താവിനെ 3 മണിക്കൂറോളം ഷോക്കടിപ്പിച്ചു കൊന്നു. ഭാര്യയും സഹോദരിയും കാമുകനും പിടിയും. കേട്ടാൽ പേടിക്കുന്ന, കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരതയുടെ കഥ വരുന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്നാണ്. അവിഹിത ബന്ധത്തിന് തടസ്സമായി നിന്ന ഭർത്താവിനെ അങ്ങ് തീർത്ത് കളയാൻ തീരുമാനിക്കുകയാണ് ആ ഭാര്യയും ആ കാമുകനും. അവർ 3 മണിക്കൂറോളമാണ് ആ ഭർത്താവിനെ ഷോക്കടിപ്പിച്ചത്. 4 പേരാണ് ആകെ ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നത്. മജ്വല സ്വദേശിയായിട്ടുള്ള പവൻ എന്ന യുവാവാണ് കൊല്ലപ്പെടുന്നത്. ഈ പവന്റെ ഭാര്യ അഞ്ചലാണ് പ്രധാന പ്രതി. 24 വയസ്സാണ് അവൾക്ക്. അവളുടെ കാമുകനാണ്, അനന്തരവനാണ് അങ്കിത്, 21 വയസ്സ്. ഒപ്പം അഞ്ചലിന്റെ സഹോദരിയായിട്ടുള്ള ശിഖ, 18 വയസ്സേ പ്രായമുള്ളൂ. ശിഖയുടെ കാമുകൻ അജയ്, 19 വയസ്സ്. എന്നിങ്ങനെ 4 പേരെ പോലീസ് പിടികൂടി. ഈ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമം പോലീസിന്റെ അന്വേഷണത്തിൽ പൊളിഞ്ഞു. പോലീസ് പറയുന്നത് പ്രധാനമായും ഇത് അനന്തരവനോടുള്ള, അതായത് അവളുടെ ഭർത്താവിൻ്റെ അനന്തരവനാണ്, അവനോടുള്ള പ്രണയത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, അത് ഈ ഭർത്താവ് എതിർത്തത്, ഇതൊക്കെയാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. उसकी वाइफ आंचल और उसकी आंचल की बहन शिखा, इन दोनों के द्वारा अपने 2 साथियों के साथ में, जिसका नाम एक अंकित और एक अजय है, जिनका क्रमशः आंचल और शिखा से संबंध है, इन चारों के द्वारा मिलकर उक्त पवन की हत्या की गई. पुलिस के द्वारा वादी की तहरीर के आधार पर अभियोग पंजीकृत किया गया है. जो चारों एक्यूज्ड हैं उनको गिरफ्तार किया गया है. पुलिस के द्वारा इसमें चारों को गिरफ्तार कर माननीय न्यायालय के समक्ष पेश किया जा रहा है और दूसरी विधिक कार्रवाई जो है वो अमल में लाई जा रही है. 6 വർഷം മുമ്പ് വിവാഹിതരായവരാണ് ഈ പവനും ഈ ആഞ്ചലും. മാത്രമല്ല ഇവർക്ക് 3 വയസ്സുള്ള മകളുമുണ്ട്. എന്നാൽ ഇതിനിടെ ഈ ആഞ്ചലും ഭർത്താവിൻ്റെ അനന്തരവനായിട്ടുള്ള അങ്കിത്, ഈ കേസിലെ പ്രതിയായിട്ടുള്ള അങ്കിതും തമ്മിൽ പ്രണയമുണ്ടാവുകയാണ്. ഈ അവിഹിത ബന്ധം പവൻ അറിഞ്ഞു. ഇതോടുകൂടി ആ വീട്ടിൽ നിരന്തരം വഴക്കുകളായി, ബഹളമായി. ഒടുവിൽ ഈ പവൻ എന്ന 6 വർഷം മുമ്പ് താൻ വിവാഹം കഴിച്ച ആ ഭർത്താവിനെ ഒഴിവാക്കാൻ, അവരുടെ അവിഹിത ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ആളെ ആ വഴിയിൽ നിന്നും നീക്കിക്കളയാൻ തീരുമാനിക്കുകയാണ് ആഞ്ചലും ആ കാമുകനും ചേർന്ന്. അങ്ങനെയാണ് ഈ പദ്ധതി ഇടുന്നത്. ഈ ക്രൂരകൃത്യത്തിന് കൂട്ടായി ആഞ്ചൽ വിളിക്കുന്നത് തൻ്റെ സഹോദരിയാണ് ശിഖയെ. ശിഖയെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ശിഖ അവളുടെ കാമുകനായിട്ടുള്ള അജയനെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദിവസങ്ങൾ നീണ്ട ആസൂത്രണമാണ്. ആസൂത്രണത്തിനൊടുവിൽ അവർ ആ കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു. പ്രതികൾ എന്ത് ചെയ്തു? പവനെ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ വിഷം കഴിപ്പിക്കാൻ നോക്കി. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പവൻ ശക്തമായി എതിർത്തു. അങ്ങനെ ആ ശ്രമം വിഫലമായതോടുകൂടി 4 പേരും ചേർന്ന് ഈ പവൻ എന്ന ആ യുവാവിനെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അതിനുശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഏതാണ്ട് 3 മണിക്കൂറോളം ഇലക്ട്രിക് ഷോക്ക് ആ പവനെ ഏൽപ്പിച്ചു. 3 മണിക്കൂറാണ് ആ യുവാവ് ഷോക്കേറ്റു കിടന്നത്. അക്രൂരമായ പീഡനത്തിനൊടുവിൽ അയാൾ പൂർണ്ണമായും അവശനായതോടെ ഈ പ്രതികൾ ബലമായി അയാളുടെ വായിൽ വിഷം ഒഴിച്ച് മരണം ഉറപ്പാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവരുടെ അടുത്ത പദ്ധതി. ഇതൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു അപകട മരണമോ ആണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. അതിനായി ആ മൃതദേഹം ഗോണിയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. ഈ പവൻ വിഷം കഴിച്ച് ഗോണിയുടെ മുകളിൽ നിന്ന് വീണതാണ് എന്നാണ് ഈ ഭാര്യയായിട്ടുള്ള ആഞ്ചലും ഒപ്പം മറ്റുള്ളവരും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞത്. പക്ഷേ ആ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഈ പവന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയതാണ് നിർണായകമായത്. അതിനൊരു കാരണവുമുണ്ട്. തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഏതാണ്ട് 3 മാസം മുമ്പ് തന്നെ പവൻ അവൻ്റെ സഹോദരിയെ വിളിച്ച് പറഞ്ഞിരുന്നു.
പക്ഷെ അന്ന് ആരും അത് കാര്യമാക്കിയില്ല. അന്ന് ഈ ആഞ്ചലിന്റെ ബന്ധവും ആഞ്ചലിന്റെ അവിഹിത ജീവിതവുമെല്ലാം പവൻ സഹോദരി അറിയിച്ചതുമാണ്. അത്തരത്തിലുള്ള ഒരു സംശയത്തിൽ നിന്നാണ് പോലീസ് ഈ അന്വേഷണം തുടങ്ങിവെക്കുന്നത്. അങ്ങനെ കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.